അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്ക് ഉയർന്നു പോകാനുള്ള മനസ്സ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകാതെ കൊണ്ടുനടക്കണേ. അതുകൊണ്ടാണ് ഔലിയാക്കളിൽ പെട്ടുപോയവർക്ക് സങ്കടമില്ലാത്തത്. അതുകൊണ്ടാണ് എനിക്ക് ദുനിയാവിലൊന്നും വേണ്ട, എന്റെ റബ്ബല്ലാതെ ഒന്നും എനിക്ക് വേണ്ട, എന്റെ റബ്ബിനെ ഒന്ന് കണ്ടാ മതി. അള്ളാന്റെ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയെന്നറിയുമോ? നമ്മളൊന്ന് നിസ്കരിച്ചാൽ, നോമ്പ് പിടിച്ചാൽ, 1 രൂപ ദാനം കൊടുത്താൽ നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗ പറുദീസ റബ്ബ് നമുക്ക് തരുമല്ലോ എന്നുള്ള ചിന്തയാണെങ്കിൽ അള്ളാന്റെ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെയല്ല. അള്ളാന്റെ ഔലിയാക്കൾക്ക് സ്വർഗത്തിന് വേണ്ടിയല്ല. അള്ളാന്റെ ഔലിയാക്കൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിനെ ഒന്ന് കാണാനുള്ള മോഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹപ്രായം കഴിഞ്ഞ്, വിവാഹം നടന്നു കഴിഞ്ഞ് 2 മാസം 3 മാസം കഴിഞ്ഞ് ഗൾഫിൽ പോകുന്ന ഒരു ഭർത്താവ് ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ് 1 വർഷം കഴിയുമ്പോ, ഭാര്യ പ്രസവിച്ച് കഴിയുമ്പോ അവിടെ മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹങ്ങളും വേവലാതികളും പൊട്ടുവാണ്. എന്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ, എന്റെ പൊന്നുമോനെ ഒന്ന് കാണാൻ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ അല്ലാ എന്ന് ദുആ ചെയ്യാത്ത സമയമുണ്ടാകില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളെ ജനിപ്പിച്ചിട്ട് ഒരു കോട്ടവും തരാതെ സമ്പത്തും സൗഭാഗ്യങ്ങളും കൊട്ടാരവും കാറുകളും എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തന്ന അല്ലാഹുവിനെ ഇത്രയും വയസ്സിന്റെ ഇടയിലുള്ളിൽ ഒരു ദിവസമെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും അല്ലാഹുവേ നിന്റെ ലിക്കാഹ് നീ എനിക്കൊന്ന് കാണിച്ചു തരണേ അല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നീരോട് എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നരകമല്ല, നിന്നെ ഒന്ന് കാണണം റബ്ബേ. മക്കളെ തന്ന, ഭാര്യയെ തന്ന, കച്ചവടം തന്ന, ബിസിനസ് തന്ന അല്ലാഹുവേ, ദുനിയാവിലെല്ലാ സൗഭാഗ്യങ്ങളും വാരിക്കോരി അല്ലാഹു തന്നല്ലോ. ആ റബ്ബിനെ ഒന്ന് കാണാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. എപ്പോഴെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ഇവിടെയാണ് ഔലിയാക്കളും നമ്മളും തമ്മിലുള്ള അന്തരം. ഔലിയാക്കൾ ദുആ ചെയ്യുന്നത് സൃഷ്ടികൾക്ക് വേണ്ടിയല്ല, നമ്മൾ ചെയ്യുന്നത് സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. സ്വർഗം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, നരകം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, മീസാൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, സിറാത്ത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷേ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന വിഭാഗമാരാണ് ഉലൈക ഹിസ്ബുല്ലാഹ്. അവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ്. ഉലൈക ഹിസ്ബുല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അവർക്കാണ് അല്ലാഹുവിന്റെ ലിക്കാഹ് നാളെ കാണാനുള്ള അവസരം യജമാനനായ റബ്ബ് ഒരുക്കി കൊടുക്കുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് മാറിക്കോ എന്നാണ് 3 ഖണ്ഡം വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു നിങ്ങളെ കൊണ്ടുവെക്കേണ്ട പള്ളിയാണ്, നിങ്ങൾ നിസ്കരിക്കപ്പെടേണ്ട പള്ളിയാണ്, നിങ്ങളെ കൊണ്ടുപോയി ഇറക്കി വെക്കപ്പെടേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. ഈ പരിസരത്ത് മുഴുവനും കാണുന്നത് നിങ്ങളെ കൊണ്ടുപോയി ഇറക്കി വെക്കേണ്ട സ്ഥലമാണ്. അവിടത്തേക്കൊന്ന് ഒരുങ്ങിയില്ലെങ്കിലും പിന്നെ ദുനിയാവിൽ ജീവിച്ചതുപോലെയല്ല ഓരോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഔലിയാക്കളിൽ പെടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തങ്ങള് നമ്മളെ പ്രദേശം